ബെനീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ 3 കൺട്രീസ് ബ്രിഡ്ജ്, സ്വിറ്റ്സർലൻഡിൻ്റെയും ജർമ്മനിയുടെയും ഫ്രാൻസിൻ്റെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ആൾക്കാർക്ക് നടക്കാനും സൈക്കിള് യാത്രക്കാർക്കും വേണ്ടിയുള്ള ഒരു തൂക്കുപാലമാണ് ഈ 3 നേഷൻസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഞങ്ങൾ യാത്ര പോയ 3 പേരുമാണ് ഈ ഫോട്ടോയിൽ കാണുന്നത്. ഇതാ അവിടെ അതിനകത്ത് നീല കളറിൽ കാണുന്ന പൊട്ടുപാല കൊടുത്തിരിക്കുന്ന ഏരിയയിലാണ് ഈ ബ്രിഡ്ജ്. അത് നമ്മുടെ ജർമ്മനിയിലെ ഫ്രീഡ് ലിങ്കനിൽ നിന്ന് ഫ്രാൻസിലെ ഹ്യൂനിംഗ്വേയിലേക്കുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഈ തൂക്കുപാലം. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്ന റൗണ്ടാന എന്ന് പറയുന്നത് നമ്മുടെ ഈ വെയിൽ ആൻഡ് റെയിൻ എന്ന ജർമ്മനിയുടെ അതിർത്തി പട്ടണം ഏരിയ ആയിട്ടുള്ള ഫ്രീഡ് ലിങ്കനിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ ഇതാണ് ഈ കാണുന്നതാണ് ആ പാലം. ആ റൗണ്ടാനെ നമ്മൾ വലതേക്ക് തിരിഞ്ഞാൽ നമ്മൾ ഈ പാലത്തിൻ്റെ അവിടെ എത്താം. ഈ പാലത്തിലൂടെ നമുക്ക് അവിടെ തന്നെ ആ പടം കാണിച്ചിട്ടുണ്ട്. യാത്രക്കാർക്കും നടക്കുന്നവർക്കും സൈക്കിളിന് മാത്രമേ അതിനകത്ത് പ്രവേശനമുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ജർമ്മനിയുടെ ഇന്ത്യയിൽ നിന്നാണ് അങ്ങ് പാലത്തേക്ക് കയറുന്നത്. ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് സൈക്കിളുകാർ കയറാനുള്ളതുണ്ട്. അതുകൂടാതെ നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് ചെന്നിട്ട് നട കയറിയും കാൽനടയായിട്ട് പാലത്തിലേക്ക് കയറാം. വലതുവശത്ത് ജർമ്മനിയിലെ ഒരു ഹോട്ടലാണ് കാണുന്നത്. അതിൻ്റെ പ്രവശത്തെ അതിൻ്റെ അവിടുത്തെ മൈതാനവും മരങ്ങളൊക്കെയാണ് കാണുന്നത്. അതിൻ്റെ മറ്റു സൈഡിൽ നമ്മൾ ആറിനോട് ചേർന്ന് സീറ്റിങ്ങും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇടതുവശത്തും വേറെ കെട്ടിടങ്ങളും ഹോട്ടൽസും ഒക്കെ ഉണ്ട്. നമ്മൾ നേരെ പാലം വഴി നടന്ന് നമ്മുടെ കയ്യിൽ ലഗേജൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഈ സൈക്കിളുകാർ പോകുന്ന റൂട്ടാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ഇടത് കയ്യിൽ നമ്മുടെ ലഗേജ് വലിച്ചുകൊണ്ട് അങ്ങോട്ട് യാത്ര ചെയ്യാമല്ലോ എന്നുള്ള സൗകര്യത്തിന്. ഇന്ന് നമ്മൾ കുറച്ച് മുമ്പേ മഴ പെയ്തിരുന്നു. ഇപ്പോഴും അന്തരീക്ഷം മേഘാവൃതമാണ്. മറ്റൊരു കളറിലുള്ള മരത്തിൻ്റെ ഇലകൾ ഇപ്പം എല്ലാം ഈ മഞ്ഞ് മാറിയിട്ട് ചില മരങ്ങളൊക്കെ തളർത്ത് വന്നിരിക്കുന്ന ഒരു സമയമാണ്. ഞങ്ങളുടെ ഈ യാത്ര ഏപ്രിൽ മാസത്തിലാണ്. ഇവിടെയാണ് താഴെ നിന്ന് നടവഴി കയറാൻ പറ്റുന്നിടമുള്ള. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ജർമ്മനിയുടെ ഏരിയയിലുള്ള ആ ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ട് സൈഡ്. ആറിൻ്റെ തീരത്തെല്ലാം ഇതിനുള്ള ആൾക്കാർക്ക് ഇരിക്കാനൊക്കെയുള്ള ഡെസ്കും കസേരകളെല്ലാം ഇട്ടിട്ടുണ്ട്. ഇവിടം ഈ വേനൽക്കാലത്ത് ഇവിടെ എല്ലാം ആൾക്കാരെ കൊണ്ട് നിറയുമെന്നാണ് പറയുന്നത്. ഇന്നിപ്പോൾ മഴ പെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു ആൾക്കാരൊന്നും അധികം കാണുന്നില്ല. ഒരു വിജനമാണ്. കുറച്ച് ഈ ടൂറിസ്റ്റുകളൊക്കെ മാത്രം വന്ന് ഫോട്ടോ എടുത്ത് പോകുന്നേ ഉള്ളൂ. നമ്മൾ ജർമ്മനിയിൽ നിന്ന് പാലത്തെ കയറുമ്പോഴുള്ള റൈറ്റ് സൈഡാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കാണുന്ന അങ്ങേ സൈഡ് എന്ന് പറയുന്നത് ഫ്രാൻസാണ്. ഇത് ജർമ്മനി. നമ്മൾ അതിലൂടെയാണ് ഇങ്ങോട്ട് വരുന്നത്. ഇത് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ജർമ്മനി, നേരെ കാണുന്നത് സ്വിറ്റ്സർലൻഡ്, റൈറ്റ് സൈഡിൽ ഫ്രാൻസ്. 3 കൺട്രീസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് ബേസിനുള്ളിൽ ഹ്യൂനിംഗ്യൂ ഫ്രാൻസിൻ്റെ ഏരിയയിൽ, വെയിൽ ആൻഡ് റെയിൻ എന്നുള്ള ജർമ്മനിയുടെ ഏരിയ എന്നീ കമ്മ്യൂണിനിടയിൽ റൈൻ നദിയെ മുറിച്ചു കിടക്കുന്ന ഒരു കമാന പാലമാണ്. സ്വിറ്റ്സർലൻഡ് മെട്രോപൊളിറ്റൻ പ്രദേശം കാൽനട യാത്രക്കാർക്കും സൈക്കിൾ യാത്രക്കാർക്കും മാത്രമായി സമർപ്പിച്ചിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സിംഗിൾ സ്പാൻ പാലമാണിത്. ഇതിൻ്റെ മൊത്തത്തിലുള്ള നീളം 248 മീറ്ററും പ്രധാന സ്പാൻ 229.4 മീറ്ററുമാണ്. ഫ്രാങ്കോ ഓസ്ട്രിയൻ വാസ്തുശില്പിയായ ഡൈറ്റ്മാർ ഫീച്ചിങ്കറാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. മധ്യ പടിഞ്ഞാറൻ യൂറോപ്പിലെ ഡാന്യൂബ് നദിക്ക് ശേഷം ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് റൈൻ. പ്രധാന യൂറോപ്യൻ നദികളിലൊന്നാണ്. തെക്ക് കിഴക്കൻ സ്വിസ് ആൽപ്സിലെ ഗ്രൗബണ്ടർ എന്ന സ്വിസ് കന്റോണിൽ നിന്നാണ് നദി ആരംഭിക്കുന്നത്. ഇത് സ്വിസ് ലിച്ചൻസ്റ്റൈൻ, സ്വിസ് ഓസ്ട്രിയൻ, സ്വിസ് ജർമ്മൻ അതിർത്തികളുടെ ഭാഗമാണ്. ഇതിലൂടെ ഫ്രാൻസിൽ നിന്ന് ആൾക്കാർ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോകണമെന്ന് തോന്നുന്നു.
നമ്മൾ നേരെ കാണുന്ന ആ ഒരു ബിൽഡിങ്ങിൽ പൊക്കത്തിലുള്ള ആ ഒരു നദിയുടെ നടുക്കായിട്ട് കാണുന്ന ഏരിയയാണ് അത്. സ്വിറ്റ്സർലൻഡിൻ്റെ അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കവിടെ വരുന്ന ഡയാൻ ഡെറക് എന്ന് പറഞ്ഞ സ്ഥലം. സ്വിറ്റ്സർലൻഡിലെ ബേസിലുള്ള ഒരു സ്മാരകമാണ് ഈ ഡയാൻ ഡെറക്. ഫ്രാൻസ്, ജർമ്മനി, സ്വിറ്റ്സർലൻഡ് എന്നീ രാജ്യങ്ങളിലെ അതിർത്തികൾ സംഗമിക്കുന്ന ട്രൈ പോയിന്റിനാണ് ഇത് അടയാളപ്പെടുത്തുന്നത്. ഫ്രാൻസ് ജർമ്മനി അതിർത്തി, ജർമ്മനി സ്വിറ്റ്സർലൻഡ് അതിർത്തി, ഫ്രാൻസ് സ്വിറ്റ്സർലൻഡ് അതിർത്തി എന്നിവ ഇവിടെ സംഗമിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ആ നദിയുടെ നടുക്കാണ് ഈ അതിർത്തി വരുന്നെങ്കിലും പക്ഷേ പിന്നെ സ്വിറ്റ്സർലൻഡിൻ്റെ ആ ഭാഗത്താണ് ഈ ഡയാൻ ഡെറക് എന്നുള്ള ആ സ്മാരകം പണിതിരിക്കുന്നത്. നമ്മൾ നേരെ കാണുന്നത് ഫ്രാൻസിൻ്റെ ഏരിയയാണ്, പുറവശത്താണ് ജർമ്മനിൻ്റെ ഏരിയ. അവിടുന്ന് ശരിക്കും അതൊരു ഇവിടുത്തെ ഒരു തുറമുഖം കൂടിയാണ്. ആകപ്പാടെയുള്ള ഒരു തുറമുഖം ബാസലിലാണ്. ഈ നദി വഴിയാണ് ഇവിടുത്തെ ചരക്കുകളൊക്കെ നീങ്ങുന്നത്. കണ്ടെയ്നേഴ്സാണ് വലിച്ചുകൊണ്ട് വരുന്നത്. ഇതിന് ബാർജാണെന്ന് തോന്നുന്നു. ഇത് വലിച്ചു കൊണ്ടുപോവുകയാണ് നേരെ അടുത്ത. വേറെ തുറമുഖമില്ല. ഇതാണ് സ്വിറ്റ്സർലൻഡ് ബാസലാണ് ആകെയുള്ളൊരു തുറമുഖം. അത് അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ക്ലിയറായിട്ട് കാണാം. നിറയെ കണ്ടെയ്നേഴ്സാണ്. ഇതാണ് കണ്ടെയ്നേഴ്സ്. പല കളറുള്ള കണ്ടെയ്നേഴ്സ് അടുക്കിയിരിക്കുകയാണ്. അപ്പം സ്വിറ്റ്സർലൻഡിലേക്ക് ഉള്ളിലേക്കും തിരിച്ചുമുള്ള ചരക്ക് ഗതാഗതം ഇതുവഴിയാണ് നടക്കുന്നത്. ജർമ്മനിയുടെ പിന്നെ ഡോക്കുണ്ട് അവിടെ. അതുപോലെ തന്നെ സ്വിറ്റ്സർലൻഡിൻ്റെയും ഉണ്ട്. ഇവിടെ നിന്ന് റൈൻ ഫ്രാങ്കോ ജർമ്മൻ അതിർത്തിയിലൂടെ ഭൂരിഭാഗവും ഒഴുകി അതിനുശേഷം ഇത് ജർമ്മൻ റൈൻലാൻഡിലൂടെ മിക്കവാറും വടക്ക് ദിശയിലേക്ക് ഒഴുകുന്നു. ഒടുവിൽ ജർമ്മനിയിൽ റൈൻ പ്രധാനമായും പടിഞ്ഞാറൻ ദിശയായി മാറുകയും നെതർലൻഡിലേക്ക് ഒഴുകുകയും ഒടുവിൽ വടക്കൻ കടലിലേക്ക് ശൂന്യമാവുകയാണ് ചെയ്യുന്നത്. 9973 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഇതിൻ്റെ പേര് കെൽറ്റിക് റിനോസിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്. നദിയുടെ പേരിൽ 2 ജർമ്മൻ സംസ്ഥാനങ്ങളുണ്ട്: നോർത്ത് റൈൻ വെസ്റ്റ്ഫാലിയ, റൈൻലാൻഡ് പാലറ്റിനേറ്റ്. റോമൻ സാമ്രാജ്യത്തിൻ്റെ വടക്കൻ ഉൾനാടൻ അതിർത്തിയുടെ ഭൂരിഭാഗവും റൈൻ, ഡാന്യൂബ് എന്നിവ ഉൾക്കൊള്ളുന്നു. പണ്ടത്തെ നാളുകൾ മുതൽ ആഴത്തിലുള്ള ഉൾനാടൻ വ്യാപാരവും ചരക്കുകളും കൊണ്ടുവരുന്ന ഒരു പ്രധാന സഞ്ചാരയോഗ്യമായ ജലപാതയാണിത്. വിശുദ്ധ റോമൻ സാമ്രാജ്യത്തിലെ ഒരു ജലപാത എന്ന നിലയിൽ അതിൻ്റെ പ്രാധാന്യം അതിനൊപ്പം നിർമ്മിച്ച വിവിധ കോട്ടകളും പ്രതിരോധങ്ങളും സാക്ഷ്യപ്പെടുത്തുന്നു. കൊളോൺ, റോട്ടർഡാം, ഡസൽഡോർഫ്, ഡൂയിസ്ബർഗ്, സ്ട്രാസ്ബർഗ്, അർണേം, ബാസൽ എന്നിവയാണ് റൈനിലെ ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതുമായ നഗരങ്ങൾ. ബാസൽ തുറമുഖം സ്വിറ്റ്സർലൻഡിൻ്റെ നദീഗതാഗതത്തിനുള്ള ഏക പ്രവേശന മാർഗമാണ്. അതിനാൽ സ്വിറ്റ്സർലൻഡിലേക്കുള്ള ഇറക്കുമതി കയറ്റുമതി തുറമുഖമാണിത്. ജർമ്മനി, ഫ്രാൻസ്, സ്വിറ്റ്സർലൻഡ് എന്നിവ തമ്മിലുള്ള അതിർത്തികൾ കൂടിച്ചേരുന്നതിലൂടെ രൂപം കൊള്ളുന്ന ത്രികോണത്തെയാണ് ഡയാൻ ഡെറക് 3 രാജ്യങ്ങളുടെ ത്രികോണം എന്ന് പറയുന്നത്. ഈ ഭാഗത്ത് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഫ്രാൻസും റൈറ്റ് സൈഡിലെ ജർമ്മനിയുമാണ്. നമ്മൾ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. ആ ഭാഗത്തു നിന്നാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ നിന്ന് ചുറ്റും ഒന്നുകൂടെ ഒന്ന് ഫോട്ടോ എടുക്കുകയാണ്. നമ്മൾ മുകളിൽ നിന്ന് കമ്പി താട്ട് വന്നിരിക്കുന്നതാണ്. അതിലാണ് ഇതൊരു തൂക്കുപാലമാണ്. ആ ആർച്ചിൽ ഇതിങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്. ഈ 3 രാജ്യങ്ങളുടെയും പോയിന്റ് എന്ന് പറയുന്നത് നേരെ കണ്ട ആ ഒരു ഏരിയയാണ്.
ഇത് നമ്മളത് കഴിഞ്ഞിട്ട് നേരെ താഴോട്ട് ഇറങ്ങി നമ്മൾ ഫ്രാൻസിൻ്റെ ഏരിയയിലേക്ക് ഇറങ്ങി ആ പാലം ഇറങ്ങി താഴോട്ട് വരുമ്പോഴത്തേനും കാണുന്ന സൂചിതാണ് സ്ഥലം സൂചികയാണ് ഈ കാണുന്ന സൈൻ ബോർഡാണ്. ഓരോ സ്ഥലത്തേക്കും ഓരോ സൈഡിലേക്ക് പോകുന്ന സ്ഥലവും അതിൻ്റെ ഡീറ്റെയിൽസുമാണ് എഴുതി വെച്ചത്, ദൂരമാണ് എഴുതി വെച്ചിരിക്കുന്നത്. നമ്മൾ ഏതായാലും ഇവിടം വരെ വന്നാലേ എന്നാൽ നമ്മൾ ഏതായാലും ഫ്രാൻസിൻ്റെ കുറച്ചകത്തേക്ക് ഒന്ന് കയറി നോക്കാമെന്ന് കരുതി. നമ്മൾ ആ കാണുന്ന ആ ഒരു അവിടം വരെ ഒന്ന് നടക്കാമെന്നാണ് കരുതിയത്. അപ്പോൾ ഇവിടെ നമ്മൾ പതി നടന്നു പോവുകയാണ്. പക്ഷെ നമ്മൾ അങ്ങേ സൈഡിൽ ജർമ്മൻ സൈഡിൽ കണ്ട പോലെയുള്ള ഒരു ആൾക്കാരെയും ആളനക്കവും അങ്ങനെയൊന്നും ഇവിടെ കാണുന്നില്ല. ഇത് വളരെ സൈലൻ്റായിട്ട് വളരെ കുറച്ച് 1-2 ഒക്കെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് കാണുന്നുള്ളൂ. ഇവിടെ വളരെ പിന്നെ വണ്ടിയുടെ മൂവ്മെൻറ്റും കുറവാണ്. ഇന്ന് വണ്ടികളൊക്കെ അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ട് താനും. എന്താണെന്നറിയില്ല, ഇപ്പോൾ അതിൻ്റെ ഈ ഒരു എന്തെങ്കിലും സമയത്തിൻ്റെ ഒരു ഇഷ്യൂ ആണോ. വളരെ കുറച്ച് ആൾക്കാരെ 1-2-3 പേരൊക്കെ വെച്ച് വഴി കാണുന്നുള്ളൂ. ഇവിടെയൊക്കെ ഇങ്ങനെ തണുപ്പ് കഴിഞ്ഞിട്ട് നന്നായിട്ടിങ്ങനെ മരങ്ങളൊക്കെ തളർത്തും പൂത്തും പുതിയതായിട്ട് തളർക്കുകയൊക്കെ ചെയ്യുന്ന പല മരങ്ങളുടെയും ഈ തളർക്കുന്നത് വ്യത്യസ്തമാണ്. ഇത് നമ്മൾ ഈ പാലത്തോട് ചേർന്ന് തന്നെയുള്ള ഫ്രാൻസ് ഏരിയയിലുള്ള ഒരു കെട്ടിടമാണ്. നമ്മളവിടെ ഒരു സ്ക്വയർ പോലെ കാണുന്നുണ്ട്. അവിടെ വരെ പോയിട്ട് വരാമെന്നാണ് നമ്മൾ കരുതുന്നത്. അങ്ങോട്ടൊന്ന് നടക്കുവാണ്. ഇവിടെയും മരങ്ങളൊക്കെ പൂത്തിട്ടുണ്ട്. ഒരു മരമാണെങ്കിൽ വളരെ വളരെ ഈ നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പല ഇല ഒഴിക്കുന്ന മരങ്ങളുടെയൊക്കെ ഒരു സ്റ്റൈലിലുള്ള കളറിലുള്ള ഇലകളൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. ഈ മരവും ഇപ്പോൾ തളർത്ത് പൂത്തിരിക്കുകയാണ്. നമുക്ക് റെഡ് സിഗ്നലാണ്, പക്ഷേ 2 സൈഡിലേക്കും വണ്ടിയൊന്നും വരുന്നില്ല. അതുകൊണ്ട് നമ്മൾ പിന്നെ ക്രോസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഇവിടെയെങ്കിലും വണ്ടികൾ പാർക്ക് ചെയ്ത് കിടപ്പുണ്ട്, ബട്ട് അതിനനുസരിച്ചുള്ള ആൾക്കാരെ ഒന്നും നമ്മൾ കാണുന്നില്ല. ബിൽഡിങ്ങുകളുണ്ട്, പക്ഷേ വണ്ടികളുണ്ട്, പക്ഷേ ആൾക്കാർ വളരെ കുറവായിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മളിപ്പോൾ പോകുന്നത് ഫ്രാൻസിലെ ഹൗ ട്രെയിൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു കമ്മ്യൂണിലേക്കാണ്. ഈ കമ്മ്യൂണിൻ്റെ പേര് ഹിനിൻഗെ എന്നാണ്. സ്വിസ് നഗരമായ ബേസലിൻ്റെ വടക്കൻ പ്രാന്തപ്രദേശമാണ് ഹ്യുനിൻഗ്യൂ. ഇത് ജർമ്മനിയുമായി അതിർത്തി പങ്കിടുന്നു. ജർമ്മനിയിൽ സ്ഥിതി ചെയ്യുന്ന ബേസലിൻ്റെ പ്രാന്തപ്രദേശമായ വെയിലാംബ്രൈൻ 1796 ഓസ്ട്രിയക്കെതിരെ പ്രതിരോധിക്കുകയും ഇവിടെ മരണമടയുകയും ചെയ്ത കോർസിക്കൻ വംശജനായ ഫ്രഞ്ച് ജനറൽ ജീൻ ചാൾസ് അബ്ബാറ്റുച്ചിയുടെ പേരിലാണ് ഈ പട്ടണത്തിൻ്റെ പ്രധാന സ്ക്വയർ അറിയപ്പെടുന്നത്. നേരെ കാണുന്നതാണ് ഇവിടുത്തെ സ്ക്വയർ എന്ന് പറയുന്നത്. ഈ പർട്ടിക്കുലർ ഹിനിൻഗെ എന്ന് പറയുന്ന ഈ ഒരു കമ്മ്യൂൺ മത്സ്യകൃഷിക്ക് പേരുകേട്ടതാണ്. പേരുകേട്ട മത്സ്യമുട്ടകളുടെ പ്രധാന ഉൽപ്പാദകരാണ് ഈ ഹിനിൻഗെ എന്ന് പറയുന്ന ആൾക്കാർ. ഇവിടെ കാണുന്ന പള്ളിയാണ് ഗാരിസൺസ് കാത്തലിക് ചർച്ച്, കത്തോലിക്ക പള്ളി. നേരെ മുമ്പിൽ കാണുന്നത്. ഇവിടെ നമ്മൾ താഴോട്ട് ഇറങ്ങാനുള്ള ഒരു അണ്ടർഗ്രൗണ്ട് ഉള്ള പോലെ തോന്നുന്നു. താഴോട്ട് ഇറങ്ങാനുള്ള ഒരു 2 സ്ഥലങ്ങൾ കാണുന്നുണ്ട്. ഇവിടെ നേരെ കാണുന്ന ഇതാണ് ഗാരിസൺ പള്ളി എന്ന് പറയുന്നത്. ഇതാണ് ആ സ്ക്വയർ. ഇതെല്ലാം തന്നെ വിജനമാണ്. ഇതെന്ന് വെച്ചാൽ ആൾക്കാർ വലിയൊരു ആരെങ്കിലും ഒരാൾ അങ്ങ് വല്ലപ്പോഴും ഒന്ന് വന്നാലേ ഉള്ളൂ. അതേസമയം പള്ളിയുടെ ഫ്രണ്ട് വഴിയുള്ള വഴി എപ്പോഴും ബസ്സും കാറും ഒക്കെ ഓടുന്നുണ്ട്. കുറച്ചുകൂടെ ജനങ്ങൾ അതിലൂടെ മൂവ് ചെയ്യുന്നുണ്ട്. കാറൊക്കെ പോകുന്നതാണ്. അതിലൂടെ ഇടയ്ക്ക് നമ്മൾ ബസ്സുകളൊക്കെ കാണുന്നുണ്ട്. ഇതാണ് ജനറലിൻ്റെ. നമ്മൾ ഈ ഒരു വീഡിയോയുടെ കൂടി നമ്മൾ ബാസലിലെ കാഴ്ചകളെല്ലാം
കഴിയുകയാണ്. ഇനി നമ്മൾ വേറെ ഏരിയയിലാണ്. നമ്മളിനി മിക്കവാറും നമ്മൾ ഈ സ്വിറ്റ്സർലൻഡിൽ ചെന്നപ്പം തുടങ്ങിയ ആദ്യത്തെ ദിവസം തൊട്ടുള്ള കാഴ്ചകൾ കാണിക്കാനാണ് നമ്മൾ താല്പര്യപ്പെടുന്നത്. അത് റെഡിയാക്കാമെന്നാണ് നമ്മൾ കരുതുന്നത്. നമ്മുടെ ബെനീസ് വ്ലോഗ്സ് എന്നുള്ള ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇതാണ് പള്ളിയുടെ മണിമാളികയാണ്. അവിടെ കാണുന്നത് മണിമാളിക പോലത്തെ ഒരു സാധനമാണ് കാണുന്നത്. ഒന്ന് രണ്ട് പേര് അവരോട് ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. വളരെ റെയറായിട്ടുള്ള ഇവിടെ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായൊരു ലൈക്ക് ചെയ്യുക. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ കേരളത്തിലൊക്കെ പഴയ പോലീസ് സ്റ്റേഷൻ്റെ ഒക്കെ അടുത്ത് കിടക്കുന്ന പോലെ ഒരു വണ്ടി ഒരു വീടിൻ്റെ സൈഡിൽ കിടന്നിട്ട് അവിടെ മുഴുവൻ പള്ള കയറി ആ വണ്ടീനെ മൂടിയതായിട്ട് കാണുന്നത്. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.